സിനിജി, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹതകൾ ഇപ്പോൾ പല കോണുകളിൽ നിന്ന് പുറത്തു വരുന്നു. പ്രത്യേകിച്ച് BJP അത്തരത്തിലൊരു ദുരൂഹത ആരോപിക്കുന്നുമുണ്ട്. ഒരു റോബർട്ട് വാദ്രയുടെ ഒരു ട്വീറ്റുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതയാണ് BJP ആരോപിക്കുന്നത്. എന്താണ് ആ മരണത്തിൽ അത്തരത്തിൽ എന്തെങ്കിലും ദുരൂഹത സംശയിക്കേണ്ടതുണ്ടോ? അത് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന് അസുഖം കൂടുതലായി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ പെട്ടെന്ന് എയിംസിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ എയിംസിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ഒരു കൂട്ടം ഡോക്ടേഴ്സ്, അല്ലെ വിദഗ്ധരായ ഡോക്ടേഴ്സാണ് പരിശോധിക്കുന്നത്. ഈ പരിശോധിച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന് അസുഖം കൂടുതലൊക്കെ ആണെങ്കിൽ പിന്നീട് മെഡിക്കൽ ബുള്ളറ്റിനൊക്കെ ഇറക്കും, അങ്ങനെയൊക്കെ ചെയ്യും. ഇവിടെ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ 9:51 പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് വിടവാങ്ങി എന്നുള്ള ഒരു ഔദ്യോഗികമായ അറിയിപ്പ് ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തേക്ക് വരുന്നു. സ്വാഭാവികമായും അത് ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളെയൊക്കെ അറിയിക്കുക, അങ്ങനെയൊക്കെയാണ് ഈ സംഭവം പുറത്തേക്ക് വരേണ്ടത്. അല്ലെങ്കിൽ മെഡിക്കൽ ബുള്ളറ്റിലൂടെയാണ് ഔദ്യോഗികമായ അറിയിപ്പ് വരേണ്ടത്. പക്ഷേ അതിനും ഏതാണ്ട് 20-22 മിനിറ്റുകൾക്ക് മുമ്പ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായ റോബർട്ട് വാദ്രയുടെ ഒരു പോസ്റ്റിലൂടെ ലോകമറിയുന്നു. അദ്ദേഹം എക്സിൽ ഒരു പോസ്റ്റ് ഇടുന്നു, അതായത് മുൻ പ്രധാനമന്ത്രിയായ ഈ മൻമോഹൻ സിംഗ് അന്തരിച്ചു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഔദ്യോഗികമായ പത്രക്കുറിപ്പ് ഡോക്ടേഴ്സ് ഇറക്കുന്നതിന് 10-25 മിനിറ്റ് മുമ്പ് ഈ വിവരം റോബർട്ട് വാദ്ര എങ്ങനെയാണ് അറിഞ്ഞത്? അല്ലെങ്കിൽ റോബർട്ട് വാദ്ര ഈ കാര്യം പുറത്ത് അറിയിക്കാൻ, അല്ലെങ്കിൽ പുറം ലോകത്തെ അറിയിക്കാൻ ആരാണ്, എന്ത് പദവിയാണ് അദ്ദേഹത്തിനുള്ളത്? അല്ലേ, കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വക്താവ് എന്ന നിലയിലാണെങ്കിൽ ഓക്കെ, അതല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏതെങ്കിലും പദവി വഹിക്കുന്ന വ്യക്തിയാണല്ലോ ഓക്കെ. ഇതൊന്നുമല്ല, പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന ഒരു MP-യുടെ ഭർത്താവ് മാത്രമായ ബിസിനസ്സുകാരനാണ് റോബർട്ട് വാദ്ര. അപ്പോൾ റോബർട്ട് വാദ്ര എന്തിനാണ് ഇക്കാര്യം അറിയിക്കുന്നത്? ഇത് സംബന്ധിച്ച് ചില ദുരൂഹതകൾ ഉണരുന്നു. എന്ന് പറഞ്ഞാൽ ഈ മൻമോഹൻ സിംഗ് അവിടെ എത്തുമ്പോൾ തന്നെ മരിച്ചു, അല്ലെങ്കിൽ നേരത്തെ മരിച്ചിരുന്നു എന്നൊക്കെ ഉള്ളത് കോൺഗ്രസ് അറിഞ്ഞിരുന്നോ? അത്തരത്തിലുള്ള ചില ഊഹാപോഹങ്ങൾ. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് എന്തെങ്കിലും മറച്ചു വെച്ചോ? ഈ മറച്ചു വെച്ച കാര്യങ്ങൾ കോൺഗ്രസ് ചർച്ച ചെയ്യുന്നതിനിടയിൽ തന്നെ വിവരം ലഭിച്ച റോബർട്ട് വാദ്ര ഞാനാണ് ഇത് ലോകത്തെ ആദ്യം അറിയിച്ചത് എന്ന രീതിയിലേക്ക് ഒരു എക്സിൽ ഒരു പോസ്റ്റ് ഇടുന്നു. ഈ പോസ്റ്റ് ഇടുന്നു, അതിനുശേഷം പിന്നെ ട്വിറ്ററിൽ, പിന്നെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അത് പ്രചരിക്കുന്നു, ആളുകളെല്ലാം ഏറ്റെടുക്കുന്നു. അപ്പോഴെല്ലാം അഭ്യൂഹങ്ങളാണ്. കാരണം ചാനലുകളിലൂടെ, വാർത്താ മാധ്യമങ്ങളിലൂടെയാണല്ലോ വിവരം പുറത്തേക്ക് അറിയുന്നത്. പിന്നീട് വരുമ്പോൾ 9:51 ഔദ്യോഗികമായി എയിംസിലെ വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങുന്നത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് മരിച്ചു എന്നുള്ള രീതിയിൽ. അങ്ങനെയാണെങ്കിൽ 25 മിനിറ്റ് മുമ്പ് ഈ റോബർട്ട് വാദ്ര പോസ്റ്റ് ഇട്ടത് എങ്ങനെയാണ്? റോബർട്ട് വാദ്രയ്ക്ക് ഈ വിവരം എവിടുന്ന് കിട്ടി? എന്തിനാണ് ഇവിടെ ചെയ്യുന്നത്? അപ്പം ഒരുപാട് ദുരൂഹതകൾ ഇവിടെ ഉണരുന്നുണ്ട്. കാരണം ഇപ്പോൾ അറിയാമല്ലോ, രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ സോണിയാഗാന്ധിയും കോൺഗ്രസിൻ്റെ MP-മാരായിട്ട് ലോക്സഭയിലുണ്ട്. സോണിയാഗാന്ധി രാജ്യസഭയിലാണ്. ഇതിന് ശേഷം അതേ കുടുംബത്തിൽ നിന്ന് മറ്റൊരാൾ കൂടി അധികാര സ്ഥാനത്തേക്ക് വരാൻ ശ്രമിക്കുന്നു. ഇതിന് റോബർട്ട് വാദ്ര ആദ്യം പറഞ്ഞത് കോൺഗ്രസിൻ്റെ നെഹ്റു കുടുംബത്തിൻ്റെ പാരമ്പര്യം നിലനിർത്താൻ അവർ ആവശ്യപ്പെട്ടാൽ ഞാൻ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ റോബർട്ട് വാദ്ര കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ മത്സരിക്കാൻ കോൺഗ്രസ് അനുവദിച്ചില്ല. അങ്ങനെ മത്സരിക്കാൻ അനുവദിച്ചാൽ റോബർട്ട് വാദ്രയുടെ പല കാര്യങ്ങളും മീഡിയാസും എതിർപക്ഷക്കാരും ഒക്കെ ചുരണ്ടിയെടുത്ത് പുറത്തേക്കിടും. അത് കോൺഗ്രസിനെ ദോഷകരമായി ബാധിക്കും. അതുകൊണ്ട് മാത്രമാണ് റോബർട്ട് വാദ്രയുടെ ഈ പ്രഖ്യാപനത്തോട് ആരും പ്രതികരിക്കാതിരുന്നത്. മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടായിട്ടും സീറ്റ് കൊടുക്കാതെ മാറ്റി നിർത്തി. കാരണം ഒരേ കുടുംബത്തിലെ 2-3 പേരൊക്കെ ഇതിലേക്ക് വരുന്നു, അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. ഒടുവിൽ രാഹുൽ 2 ജയിക്കുന്നു. പ്രിയങ്ക അവിടെ വയനാട്ടിൽ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മത്സരിക്കുന്നു. അവിടെ നിന്ന് വിജയിച്ച് ലോക്സഭയിലെത്തി. അപ്പോൾ എന്തുപറ്റി? പുതിയൊരു അധികാര കേന്ദ്രമായി റോബർട്ട് വാദ്ര എത്തുന്നു. അപ്പോൾ റോബർട്ട് വാദ്രയാണ് ഇനി അധികാരത്തിൻ്റെ കേന്ദ്രം എന്ന നിലയിലേക്ക് ചില അഭ്യൂഹങ്ങൾ, ചില വർത്തമാനങ്ങളൊക്കെ തന്നെ ഈ ഡൽഹിയുടെ അകത്തും പുറത്തുമായിട്ടും പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ റോബർട്ട് വാദ്ര പ്രിയങ്ക ഗാന്ധിയെ മുന്നിൽ നിർത്തി ബിസിനസ് താല്പര്യങ്ങളുമായിട്ട് ചില ഓപ്പറേഷൻസുമായിട്ട് മുന്നോട്ട് വരുന്നു എന്നല്ല ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ, പ്രിയങ്ക ഗാന്ധിയുടെ ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി. ആ ഇൻ്റർവ്യൂവിൽ അവർ പറയുന്നത് അവരുടെ അച്ഛൻ രാജീവ് ഗാന്ധി ഉള്ള സമയത്ത് തന്നെ അവർ ഒരു ജ്യോത്സ്യനെ കാണാൻ പോയപ്പോൾ അവരുടെ കൈ നോക്കിയിട്ട് ഇത് ഭാവി പ്രധാനമന്ത്രിയുടെ കൈയാണല്ലോ എന്ന് ആ ജ്യോത്സ്യൻ പറഞ്ഞതായിട്ട് അവർ ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയെ മാറ്റി, നമ്മളെപ്പോഴും ഭാവി പ്രധാനമന്ത്രിയാണ് രാഹുൽ ഗാന്ധി, ഭാവി പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഈ മൻമോഹൻ സിംഗിൻ്റെ സമയത്തും ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാം. അന്ന് വലിയ സംസാരങ്ങൾക്കിടയാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് സോണിയാഗാന്ധി മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയായി അവരോധിക്കുന്നത്. അപ്പോൾ ആ സമയത്തും ഭാവി പ്രധാനമന്ത്രി എന്ന പദത്തിനപ്പുറം വളരാൻ ഇതുവരെ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല. ആ ഒരു സ്ഥാനത്തേക്ക് പ്രിയങ്കയെ കൊണ്ടുവരാൻ, അതിലൂടെ തൻ്റെ ബിസിനസ് സാമ്രാജ്യം വളർത്താൻ റോബർട്ട് വാദ്ര ആലോചിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം. അതായത് 2 ഗ്രൂപ്പായി
പുറമെ അറിയാതെ രാഹുൽ ഗാന്ധിയുടെ ഒരു ഗ്രൂപ്പ്, സോണിയാഗാന്ധിയുടെ ഒരു ഗ്രൂപ്പ് എന്ന രീതിയിലേക്ക് കോൺഗ്രസിൻ്റെ അധികാര കേന്ദ്രം മാറുന്നു എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ഒരു മുൻ പ്രധാനമന്ത്രി മരിക്കുമ്പോൾ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ആശുപത്രിയുടെ ഭാഗത്തു നിന്നോ കോൺഗ്രസിൻ്റെ മുതിർന്ന വക്താക്കളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാനം വഹിക്കുന്നവരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നോ വരാതെ അതിനു മുൻപ് തന്നെ റോബർട്ട് വദ്രയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നീക്കം നടത്തിയതിന് പിന്നിൽ എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം കോൺഗ്രസ് പുറത്ത് പറയുന്നത് വരെ ഇതൊരു ദുരൂഹതയായി തന്നെ തുടരും, അല്ലേ? ഇപ്പോൾ പ്രിയങ്കയുടെ കാര്യം തന്നെ പറഞ്ഞല്ലോ, അതൊരു വലിയ കാര്യമല്ലേ. അതായത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാണ് അല്ലെങ്കിൽ അടുത്ത പ്രധാനമന്ത്രി എന്ന രീതിയിൽ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരുന്നു. പക്ഷേ പിന്നീട് ഈ BJP സർക്കാരിനെ മറികടന്നുകൊണ്ട് ഭരണത്തിലേക്ക് എത്താൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. അപ്പോൾ തുടർച്ചയായി BJP സർക്കാർ അധികാരത്തിൽ വരുന്നു, കപ്പിനും ചുണ്ടിനും ഇടയിൽ വെച്ച് എന്ന പോലെ ഈ രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടതാണ് നേരത്തെ. ഇനി ഇത് തിരിച്ചു കിട്ടാനും പറ്റുന്നില്ല. അപ്പോൾ രാഹുൽ ഗാന്ധി നയിച്ച കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അമ്പേ പരാജയമാകുന്നു. അപ്പോൾ BJP എതിർക്കാനായി രൂപീകരിച്ച ഇന്ത്യ മുന്നണിയുടെ തലപ്പത്തേക്ക് രാഹുൽ ഗാന്ധി വന്നു. അതുകൊണ്ടാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്നത്. പക്ഷേ എന്നിട്ടും രാഹുൽ ഗാന്ധിയുടെ ഈ മികവ്, അതായത് നേതൃപാടവം വളരെ കുറവാണെന്ന് അവർ വിലയിരുത്തുന്നു. അതുകൊണ്ട് പറയുകയാണ് മമതാ ബാനർജി വേണമെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലേക്ക് വരട്ടെ. കോൺഗ്രസ് അവിടെ സമരം ചെയ്യുമ്പോൾ അഖിലേഷ് യാദവിൻ്റെ സമാജ്വാദി പാർട്ടി, മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് പാർട്ടി, അതുപോലെ തന്നെ DMK എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ പാർട്ടി, എന്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും പല സമരങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. അപ്പോൾ അവർക്ക് യോജിപ്പായിട്ട് അല്ലെ യോജിച്ച് രാഹുൽ ഗാന്ധിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പോൾ പകരം ഒരാളെ കൊണ്ടുവരണം. അതിനവർ മുന്നോട്ട് വെക്കുന്നത് ഈ പ്രിയങ്ക ഗാന്ധിയാണ്. അല്ലെങ്കിൽ മമതാ ബാനർജിയോ അഖിലേഷ് യാദവോ ഒക്കെ ഈ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വന്നാൽ അത് വീണ്ടും കോൺഗ്രസിന് വലിയ തിരിച്ചടിയാവും. അപ്പോൾ അവർ പതുക്കെ പുതിയൊരു നാരേറ്റീവ് സൃഷ്ടിക്കുന്നു. പ്രിയങ്ക ഗാന്ധിയെ കണ്ടാൽ പഴയ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിയുടെ കൂട്ടിരിക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ നീണ്ട മൂക്ക് പോലെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ മൂക്ക്. ഇന്ദിരാഗാന്ധിക്ക് നരയുള്ളതുപോലെയാണ് പ്രിയങ്ക ഗാന്ധിക്ക് നരയുള്ളത്. ഇന്ദിരാഗാന്ധിയുടെ ഹെയർ സ്റ്റൈലാണ് പ്രിയങ്ക. അപ്പോൾ നരേറ്റീവ് സൃഷ്ടിച്ചിട്ട് ഏതാണ്ട് ഇന്ദിരാഗാന്ധിയുടെ സമാന ആകാരപ്രകൃതികളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് പ്രിയങ്കയെന്നും പ്രിയങ്കയാണ് ഇന്ത്യയെ നയിക്കാൻ യോഗ്യതയെന്നും വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ രണ്ട് അധികാര കേന്ദ്രങ്ങൾ പ്രത്യക്ഷപ്പെടും. അതായത് രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഒരു ഗ്രൂപ്പ് ഒരു വശത്തും പ്രിയങ്ക ഗാന്ധി ഇനി പ്രധാനമന്ത്രി ആകണം, പ്രിയങ്ക ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ തലപ്പത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന വേറൊരു ഗ്രൂപ്പ് എതിർപക്ഷത്തുമായിട്ട് നിൽക്കും. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിലൂടെ റോബർട്ട് വദ്രയ്ക്ക് മുന്നിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ തൻ്റെ ഭാര്യ ഇനി ഈ പറയുന്ന ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുകയോ പിന്നീട് ഭാവി പ്രധാനമന്ത്രിയാവുകയോ ചെയ്താൽ പിന്നിലിരുന്ന് ചരട് വലിക്കാൻ ആർക്ക് പറ്റും? റോബർട്ട് വാദ്രയ്ക്ക് പറ്റും. കാരണം സോണിയാഗാന്ധി പ്രായാധിക്യമൊക്കെ ആയിട്ടുണ്ട്. ഇനി പതുക്കെ അവർ ഇതിൽ നിന്നൊക്കെ പിന്മാറും. രാഹുൽ ഗാന്ധി ഏതാണ്ട് പൊട്ടത്തരമൊക്കെ കാണിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ മണ്ടത്തരം കാണിച്ചാൽ അപഹാസ്യനായി മുന്നോട്ട് പോകും. അപ്പോൾ പ്രിയങ്കയാണ് കുറച്ചുകൂടെ ഭേദം, തമ്മിൽ ഭേദം എന്ന് പറയുന്നത്. പ്രിയങ്ക അത്ര ഭേദമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആദ്യമായി ലോക്സഭയിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിൽ ഓർമ്മയുണ്ടല്ലോ, പിന്നെ ഹിമാചൽ പ്രദേശിലെ കർഷകരെ മൊത്തം നശിപ്പിക്കുന്നു, അവിടുത്തെ ആപ്പിൾ കർഷകർ ദുരിതത്തിൽ, ഇതെന്തൊരു സർക്കാർ എന്ന് ചോദിച്ചു. അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് എത്രയോ കാലമായി. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ പോലും പ്രിയങ്ക ഗാന്ധിക്ക് കുറച്ചുകൂടെ നേതൃപാടവമുണ്ടെന്ന് ഇന്ത്യ മുന്നണിയിലെ ആൾക്കാർ കൂടി തിരിച്ചറിഞ്ഞാൽ ഒരു പക്ഷേ ഈ പ്രിയങ്കയെ മുന്നിൽ വെച്ച് അടുത്ത തെരഞ്ഞെടുപ്പിലൊക്കെ കോൺഗ്രസ് മുന്നോട്ട് വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന റോബർട്ട് വാദ്രയാണ്. അപ്പോൾ റോബർട്ട് വാദ്രയ്ക്ക് ഒന്നുകിൽ ഈ പറയുന്ന പാർലമെൻ്ററി രാഷ്ട്രീയത്തിലൂടെ മുന്നോട്ട് വരണം. അപ്പോൾ താൻ എന്തൊക്കെയോ ആണ് എന്ന് വരുത്തി തീർക്കണം, എസ്റ്റാബ്ലിഷ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിൻ്റെ മരണം ആദ്യം റോബർട്ട് വാദ്ര അറിയിക്കുന്നത്. ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു കഴിയുമ്പോൾ എന്താ കരുതുന്നത്? റോബർട്ട് വാദ്ര കോൺഗ്രസിൽ എന്തോ ഒരു കീ പോസ്റ്റിലിരിക്കുന്ന ആളാണ്. ലോകത്തെമ്പാടുമുള്ള ആളുകൾ അല്ലെ, രാഷ്ട്ര നേതാക്കളൊക്കെ ഇത് കാണില്ലേ? പക്ഷേ ഞാൻ വേറൊരു കാര്യം ചോദിട്ടെ, എൻ്റെ അറിവില്ലായ്മയാണെന്ന് എനിക്കറിയില്ല. ഒരു മുൻ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം, മരിക്കുന്നത് 9:51 എന്നാണ് ഔദ്യോഗികമായി സ്ഥിരീകരണപ്പെടുന്നത്. പക്ഷെ 9:23 തന്നെ, അതായത് 28 മിനിറ്റുകൾക്ക് മുൻപ് തന്നെ റോബർട്ട് വധേര പറയുന്നു മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് മരിച്ചു എന്ന്. ഇതൊരു കുറ്റമല്ലേ? കുറ്റമാണെന്ന് വെച്ചാൽ ഇതിനകത്ത് കുറച്ച് സാങ്കേതിക പ്രശ്നമുണ്ട് തന്നെയാണ്. അതായത് പ്രധാനമന്ത്രി ഈ മൻമോഹൻ സിംഗിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അൺകോൺഷ്യസ് ആയിരിക്കാം അല്ലേ, ബോധമൊക്കെ നഷ്ടപ്പെട്ട് കിടക്കുന്ന അവസ്ഥ. അങ്ങനെ കൊണ്ടുവരുന്ന ഒരാളെ നേരിട്ട് അവർ എന്ത് കൊടുക്കും? കൃത്രിമ ശ്വാസം നൽകാൻ ശ്രമിക്കും. ഈ പുള്ളിക്ക് എന്താണ് പ്രശ്നം? ചിലപ്പം ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം കുറഞ്ഞതായിരിക്കും. ഒറ്റയടിക്ക് മനുഷ്യൻ ശ്വാസം പൂർണ്ണമായിട്ട് നിലച്ചു പോവുകയല്ല, ചില ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചു പോകും. ചിലപ്പോൾ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ എന്തെടുക്കും? ICUവിൽ പ്രവേശിപ്പിച്ചിട്ട് കൃത്രിമ ശ്വാസം നൽകും അല്ലെ, യന്ത്രങ്ങളുടെ സഹായത്തോടെയൊക്കെ നിൽക്കും. ചില സമയത്ത് ഡോക്ടർമാർക്ക് തിരിച്ചറിയാൻ പറ്റും ഇത് മരണമാണ്, മരണം സംഭവിച്ചു, ഇനിയുള്ള ആന്തരിക അവയവങ്ങളുടെ ചില പ്രവർത്തനങ്ങളിലൂടെ നിലയ്ക്കാനുണ്ട്. കാരണം നമുക്കറിയാലോ, ഒരു മരണം സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് മൊത്തം അവയവങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുകയല്ല ചെയ്തത്. ആ രീതിയിൽ ഡോക്ടർമാർ സസൂക്ഷ്മം നിരീക്ഷിക്കും. എയിംസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ലോകത്തെ ഏറ്റവും പേരെടുത്ത ആശുപത്രികളൊന്നാണ്. ആ ആശുപത്രിയിലെ ഏറ്റവും വിദഗ്ധരായ ഡോക്ടർമാർ 24 hours അവിടെ സേവനമുണ്ട്. പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെ അവിടെ
കൊണ്ടുവരുമ്പോൾ അത്രയും വിദഗ്ധരായ ഡോക്ടേഴ്സ് വരും. ഇവർ ഡോക്ടേഴ്സ് എല്ലാം കൂടെ വന്ന് ഇത് പരിശോധിച്ചതിന് ശേഷം ഇവർ കൂടി ആലോചിക്കും, എന്നിട്ടാണ് മരണം നമുക്ക് സ്ഥിരീകരിക്കാം. ഇനി അത് വേണ്ട, അതായത് യന്ത്ര സഹായത്തോടെ ഈ പ്രധാനമന്ത്രി ഇനി ജീവിപ്പിക്കാൻ പറ്റില്ല എന്ന് നോക്കുമ്പോൾ നമുക്കിനി മരണം സ്ഥിരീകരിക്കാം. ശരി, ഇവർ അങ്ങനെ ആലോചിക്കാൻ കൂടുമ്പോൾ തന്നെ ഈ വിവരം ഒരു പക്ഷേ സോണിയാഗാന്ധിയെയോ അല്ലെ കോൺഗ്രസിന്റെ പ്രസിഡന്റായ മല്ലികാർജ്ജുൻ ഖാർഗെയോ ഒക്കെ അറിയിച്ചിരിക്കാം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോൾ ഈ വാതിൽ എന്തുള്ളത് മാറി ഇരുന്നിട്ട് ഒരു പോസ്റ്റ് ഇടുന്നു, പറഞ്ഞോ മുൻ പ്രധാനമന്ത്രി മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കണ്ടോളൻസൻസ് ഒക്കെ പറഞ്ഞായിരിക്കും ഇടുന്നത്. ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം പോസ്റ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ പ്രിയങ്കയും സോണിയയും ഖാർഗെയൊക്കെ പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ ഇവർ 9:51 ഡിക്ലെയർ ചെയ്യും. 9:51 ഡിക്ലെയർ ചെയ്യുമ്പോഴത്തേക്ക് ടി വിക്കകത്തൊക്കെ വാർത്ത വരുന്നത് ആ റോബർട്ട് വാദ്ര പ്രഖ്യാപിച്ചു. ഇതെങ്ങനെ ആർക്കെങ്കിലും ചെന്ന് ചോദിക്കാൻ പറ്റും, എന്തിനാണ് ഇത് ചെയ്തതെന്നൊക്കെ ചോദിക്കാൻ പറ്റുമോ? ഒന്നും ചോദിക്കാൻ പറ്റില്ല. എന്തായാലും സംഭവം വിവാദമായതോടുകൂടി റോബർട്ട് വാദ്ര ആദ്യം ചെയ്തെന്നാൽ തൻ്റെ പോസ്റ്റ് അങ്ങ് മുക്കി. പക്ഷേ അപ്പോഴേക്കും കോപ്പികൾ എടുക്കേണ്ടവർക്ക്, ഇതിൻ്റെ പ്രിന്റ് എടുക്കേണ്ടവർക്കൊക്കെ എടുത്തു കഴിഞ്ഞു, ഇത് പ്രചരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ പ്രതിക്കൂട്ടിലാണ് റോബർട്ട് വാദ്ര. എന്തിനാണ് റോബർട്ട് വാദ്ര ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്? അങ്ങനെയാണെങ്കിൽ ഈ മൻമോഹൻ സിംഗ് ഒരു പക്ഷേ കൃത്രിമ ഉപകരണങ്ങളുടെ സഹായത്തോടെ പിന്നെയും ജീവിതം നീട്ടി കിട്ടുമായിരുന്നോ? ഡോക്ടർമാരെ കൊണ്ട് കോൺഗ്രസ്സുകാർ നിർബന്ധിച്ച് എന്തെങ്കിലും ചെയ്യിച്ചതാണോ? ദുരൂഹതകൾ പടരുകയാണ്. മാത്രമല്ല റോബർട്ട് വാദ്ര എന്ന് പറയുന്നത് വിശ്വാസ്യയോഗ്യമല്ലാത്തൊരു വ്യക്തിയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യ അയാളെ അംഗീകരിച്ചിട്ടില്ല, ഉൾക്കൊള്ളുന്നില്ല. ഒരുപാട് തട്ടിപ്പുകളും കേസുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ പ്രിയങ്ക എന്ന് പറയുന്ന ഭാര്യയും അമ്മായിയമ്മ എന്ന് പറയുന്ന സോണിയാഗാന്ധിയും സഹോദരൻ അളിയൻ എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയൊക്കെ MP ആയതുകൊണ്ട് ആ അധികാര തണലിൽ കേസിലൊന്നും പെടാതെ തൽക്കാലം പിടിച്ചു നിൽക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ഘട്ടത്തിൽ ഞാൻ വേണം ഉയർന്നു വരാൻ, ഞാൻ വേണം ഇന്ത്യയെ നയിക്കാൻ എന്നൊക്കെയുള്ള ചിന്ത റോബർട്ട് വാദ്രയ്ക്കുണ്ട്. പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് കൃത്യമായി ചൂഷണം നടപടികളിലേക്ക് അല്ലെങ്കിൽ വ്യവസായ താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കാനായിട്ട് റോബർട്ട് വാദ്ര കളത്തിലേക്ക് ഇറങ്ങുന്നു എന്നതിൻ്റെ സൂചനയാണ്. അപ്പോൾ റോബർട്ട് വാദ്ര ഇങ്ങനെ ചെയ്തെങ്കിൽ ധന്യ പറഞ്ഞതുപോലെ ഇത് കുറ്റകരമായ ഒരു അനാസ്ഥയാണ്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ചാണ് തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചത്. നമ്മളറിയാലോ സോഷ്യൽ മീഡിയയിലൂടെ തെറ്റായതൊക്കെ പ്രചരിപ്പിച്ചാൽ നടപടിയെടുക്കുക. അങ്ങനെയുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു നടപടി വാദ്രയ്ക്കെതിരെ ഉണ്ടാകണമെന്ന് ഈ ഇന്ത്യക്കാരായ ജനങ്ങൾ ആഗ്രഹിക്കുന്നു, കോൺഗ്രസ്സുകാരും ആഗ്രഹിക്കുന്നു. അതുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കണം അല്ലേ?